നിങ്ങളിപ്പോൾ ഈ വിശകലനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒന്ന് ശ്രദ്ധിച്ചേ. ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ മനുഷ്യൻ സ്വന്തമായി ബുദ്ധി ഉപയോഗിച്ച് എന്താ പറയാ പൂർണ്ണമായും സൃഷ്ടിച്ചെടുത്ത സാധനങ്ങളാണെന്നു അല്ലേ? അതെ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ വിചാരിക്കാറ്. ശരിയാ. പക്ഷേ ശാസ്ത്രം പറയുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഫോണിലെ ഓരോ അണുവും ഓരോ ആറ്റവും കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. നമ്മൾ ശരിക്കും അവിടെ പുതിയതായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഭൂമിയിലുള്ള കുറച്ച് മണ്ണും ലോഹങ്ങളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റിവെച്ചു, അത്രമാത്രം. അപ്പോൾ ഭൗതികമായി നമുക്ക് ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ ഈ ലോകം മാറ്റിമറിച്ച നമ്മുടെ പുതിയ ആശയങ്ങൾ എവിടെ നിന്ന് വരുന്നു? നമ്മൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ് ശരിക്കും. നമ്മൾ എപ്പോഴും അഹങ്കരിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് മനുഷ്യന്റെ ബുദ്ധി അപാരമാണെന്നും നമ്മളിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമൊക്കെ. ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതമായ ജനറേറ്റീവ് AI-യെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അതെ, ചാറ്റ് GPT പോലെയുള്ള ടൂളുകളല്ലേ? തീർച്ചയായും. ഇപ്പോൾ അത്തരം AI ടൂളുകൾ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ഒരു ചോദ്യം ചോദിച്ചാൽ ഉടൻ തന്നെ മനോഹരമായൊരു ലേഖനമോ അല്ലെങ്കിൽ ഒരു ചിത്രമൊക്കെ അതുണ്ടാക്കി തരുന്നുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? AI സ്വന്തമായി അവിടെ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല എന്നതാണ് സത്യം. അതെ, ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിരുന്നു. അതായത് നമ്മൾ മനുഷ്യർ ഇന്റർനെറ്റിലും പുസ്തകങ്ങളിലുമായി നൽകിയിട്ടുള്ള കോടിക്കണക്കിന് ഡാറ്റകൾ അതിന്റെ സിസ്റ്റത്തിലുണ്ട്. അതെ അതെ. അപ്പം നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഡാറ്റകളെല്ലാം വളരെ വേഗത്തിൽ വിശകലനം ചെയ്ത് അതിലെ പാറ്റേണുകൾ കണ്ടെത്തി വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിരത്തിവെക്കുന്ന ഒരു ഗണിതശാസ്ത്ര പ്രക്രിയ മാത്രമാണ് അവിടെ നടക്കുന്നത്, അല്ലേ? നമ്മൾ നൽകിയ വിവരങ്ങൾക്ക് പുറത്തേക്ക് ചിന്തിക്കാനോ സ്വയം ഒരു പുതിയ കാര്യം ശൂന്യതയിൽ നിന്നുണ്ടാക്കിയെടുക്കാനോ AI-ക്ക് കഴിയില്ല. കൃത്യമായി പറഞ്ഞു. AI-യുടെ ലോകം എന്ന് പറയുന്നത് നാം അതിന് ഫീഡ് ചെയ്ത ആ ഡേറ്റകൾ മാത്രമാണ്. അതിന് പുറത്തേക്ക് ഒരു അറിവും അതിനില്ല. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്രോതസ്സുകൾ വളരെ പ്രധാനപ്പെട്ടൊരു ചിന്ത മുന്നോട്ട് വയ്ക്കുന്നത്. ജനറേറ്റീവ് AI സ്വന്തമായി ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ മനുഷ്യന്റെ അവസ്ഥയും ഇതുതന്നെയാണോ? അതെ, വലിയൊരു ചോദ്യമാണത്. നമ്മളും പ്രകൃതിയിലുള്ള കാര്യങ്ങളെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുക മാത്രമാണോ ചെയ്യുന്നത്? അതോ നമ്മൾ ശരിക്കും പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യം ഭൗതികമായ ലോകത്ത് നിന്ന് തന്നെ ഈ വിശകലനം തുടങ്ങാമെന്നാണ്. AI-യുടെ കാര്യം പറഞ്ഞതുപോലെ മനുഷ്യന് ഫിസിക്കലായിട്ട്, അതായത് ഭൗതികമായി ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പൂർണ്ണമായും പുതുതായി സൃഷ്ടിക്കാൻ കഴിയുമോ? ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു പദാർത്ഥം എനിക്ക് എന്റെ ലാബിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അവിടെയാണ് ശാസ്ത്രം അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചില നിയമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള 2 നിയമങ്ങളുണ്ട്, ഓർക്കുന്നുണ്ടോ? ഊർജ സംരക്ഷണ നിയമം പോലെയുള്ളവയാണോ? അതെ, കൃത്യമായി പറഞ്ഞാൽ ദ്രവ്യ സംരക്ഷണ നിയമം, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഊർജ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഈ നിയമങ്ങൾ വളരെ ലളിതമായി പറയുന്നത് ഇത്രയുള്ളൂ: ശൂന്യതയിൽ നിന്ന് പുതുതായി ഒരു തരി ദ്രവ്യം പോലുമോ അല്ലെങ്കിൽ ഒരു തുള്ളി ഊർജമോ സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയില്ല. അതുപോലെ നിലവിലുള്ളതിനെ പൂർണ്ണമായി നശിപ്പിക്കാനും കഴിയില്ല. ഒന്ന് നിൽക്കണേ, ഇതൊന്ന് വിശദീകരിക്കാമോ? കാരണം നമ്മൾ നിരന്തരം പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നു, പുതിയ മരുന്നുകൾ, കെമിക്കലുകളൊക്കെ ഉണ്ടാക്കുന്നു. ഇതൊക്കെ പുതിയ സൃഷ്ടികളല്ലേ? നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ 1785-ൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ആൻട്രോയിൻ ലാവോസിയർ ചെയ്തൊരു പരീക്ഷണം നോക്കിയാൽ മതി. അദ്ദേഹം ഈ നിയമം ശാസ്ത്രീയമായി തെളിയിച്ചത് വളരെ രസകരമായൊരു രീതിയിലാണ്. നമ്മൾ സാധാരണ ഒരു വിറക് കത്തിക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? വിറക് കത്തി നശിച്ചുപോയി, അതില്ലാതായി എന്നല്ലേ? അതെ, കുറച്ച് ചാരം മാത്രം ബാക്കിയാകും, ബാക്കിയുള്ളത് നശിച്ചുപോയി എന്ന് തോന്നും. എന്നാൽ ലാവോസിയർ ഒരു അടഞ്ഞ പാത്രത്തിനുള്ളിൽ, അതായത് പുറത്തേക്ക് വായു പോലും പോകാത്ത ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ വെച്ച് ഒരു വസ്തു കത്തിച്ചു നോക്കി. കത്തിക്കുന്നതിന് മുൻപ് അദ്ദേഹം ആ പാത്രത്തിന്റെയും അതിലുള്ള വസ്തുവിന്റെയും വായുവിന്റെയും കൃത്യമായ ഭാരം അളന്നു വെച്ചിരുന്നു. കത്തിച്ചതിന് ശേഷവും അദ്ദേഹം ഭാരമളന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഭാരത്തിൽ ഒരു തരി പോലും വ്യത്യാസമുണ്ടായിരുന്നില്ല. വാവ്! ഭാരത്തിൽ വ്യത്യാസം ഇല്ലായിരുന്നോ? ഇല്ല, ഒരു വ്യത്യാസവുമില്ലായിരുന്നു. അതായത് വിറക് അവിടെ നശിച്ചു പോവുകയല്ല ചെയ്തത്, മറിച്ച് അതിലെ ദ്രവ്യം ചൂടും പ്രകാശവും പുകയും കുറച്ച് ചാരമായി രൂപം മാറുകയാണ് ചെയ്തത്.
പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തം വന്നപ്പോൾ ഇത് കൂടുതൽ വ്യക്തമായി. E=mc². അതെ, E=mc². ദ്രവ്യത്തെ ഊർജമാക്കാം, ഊർജത്തെ ദ്രവ്യമാക്കാം. അല്ലാതെ പുതിയതായ ഒന്നും ഉണ്ടാക്കാനാവില്ല. പ്രപഞ്ചമുണ്ടായ സമയത്ത് എത്ര ദ്രവ്യവും ഊർജവും ഉണ്ടായിരുന്നോ അത് അതുപോലെ തന്നെയുണ്ട്, യാതൊരു മാറ്റവുമില്ല. ശരിക്കും ചിന്തിക്കുമ്പോ എന്താ പറയുക, ഇതൊരു ഭ്രാന്തൻ ഐഡിയ ആണ്. അതായത് നമ്മളിപ്പോ ചുറ്റും കാണുന്ന വമ്പൻ കെട്ടിടങ്ങൾ, അമ്പരചുംബികൾ, ചൊവ്വയിലേക്ക് പോകുന്ന ആധുനിക റോക്കറ്റുകൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഇതൊന്നും മനുഷ്യൻ പുതുതായി ഉണ്ടാക്കിയെടുത്ത പദാർത്ഥങ്ങൾ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്, അല്ലേ? ഒരിക്കലുമല്ല. പകരം കോടിക്കണക്കിന് വർഷങ്ങളായി ഈ ഭൂമിയിൽ തന്നെയുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ലെഗോ ബ്ലോക്കുകൾ വെച്ച് കളിക്കുന്നത് പോലെയാണല്ലേ ഇത്. കുട്ടികൾ ആ ബ്ലോക്കുകൾ വെച്ച് വീടുണ്ടാക്കും, വണ്ടിയുണ്ടാക്കും. പക്ഷെ ആ ബ്ലോക്കുകൾ അവർ ഉണ്ടാക്കിയതല്ല. അതുപോലെ മനുഷ്യൻ പ്രകൃതിയിലുള്ള മൂലകങ്ങളെ വെറുതെ പുനഃക്രമീകരിച്ചു, ഒന്ന് അസംബ്ലി ചെയ്തു. ഗുരുത്വാകർഷണ നിയമമോ വെള്ളത്തിന്റെ സ്വഭാവമോ ഇലക്ട്രോണുകളുടെ ചലനമോ ഒന്നും മനുഷ്യന്റെ സൃഷ്ടിയല്ലല്ലോ. തീർച്ചയായും ലെഗോ ബ്ലോക്കുകളുടെ ഉപമ ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. ആ ബ്ലോക്കുകൾ വെച്ച് എന്തു വേണമെങ്കിലും നിർമ്മിക്കാമെന്ന് മാത്രം. പക്ഷേ പുതിയൊരു ബ്ലോക്ക് സ്വന്തമായി സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയില്ല. മനുഷ്യന്റെ ഒരു പരിമിതി ആലോചിച്ചു നോക്കൂ. നമ്മൾ വലിയ വലിയ അവകാശവാദങ്ങൾ മുഴക്കുന്നുണ്ടെങ്കിലും നമ്മുടെ തലയിലെ ഒരു മുടിയുടെ നിറം നരച്ചു വെളുപ്പായാൽ അതിനെ അതിന്റെ സ്വാഭാവികമായ കറുപ്പ് നിറത്തിലേക്ക്, ആ പഴയ കോശങ്ങളിലേക്ക് പൂർണ്ണമായും തിരികെ കൊണ്ടുവരാൻ പോലും ഇന്ന് നമ്മുടെ അത്യാധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഭൗതികമായ ലോകത്ത് നമ്മൾ വെറും അസംബ്ലർമാർ മാത്രമാണ്, സൃഷ്ടാക്കളല്ല എന്നുറപ്പായി. അതെ, ഭൗതിക ലോകത്ത് നമ്മൾ പുതിയതായി ഒന്നും സൃഷ്ടിക്കുന്നില്ല. ഓക്കെ, അവിടെയാണ് എന്റെ ഏറ്റവും വലിയ സംശയം വരുന്നത്. ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് പരിമിതികളുണ്ട്, നമ്മൾ ലെഗോ വെച്ച് കളിക്കുകയാണ് എന്ന് ഞാൻ പൂർണ്ണമായും സമ്മതിക്കാം. പക്ഷെ ആശയങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. ഭൗതികമായി പുതിയതൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ലായിരിക്കാം. എങ്കിൽ ലോകത്തെ മാറ്റിമറിച്ച ഈ പുതിയ ആശയങ്ങൾ എവിടുന്നു വന്നു? അതൊരു നല്ല ചോദ്യമാണ്. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് രാവിലെ എന്റെ ലാപ്ടോപ്പിൽ ഒരു കവിത എഴുതി. അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പുതിയൊരു കോഡ് എഴുതുന്നു. അതുമല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ പുതിയൊരു തിയറി കണ്ടെത്തുന്നു. ഇത് തീർച്ചയായും ആ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് പുതുതായി ഉണ്ടായ ഒന്നല്ലേ? അത് പ്രകൃതിയിൽ മുൻപേ നിലനിൽക്കുന്നൊരു സാധനം അല്ലല്ലോ. അവിടെ നമ്മളല്ലേ യഥാർത്ഥ സൃഷ്ടാക്കൾ? ഇത് വളരെ മികച്ച ഒരു ചോദ്യമാണ് കേട്ടോ. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണവും എന്നാൽ അതിശയകരവുമാകുന്നത്. നമ്മൾ ഈ പുതിയ ആശയങ്ങൾ എന്ന് വിളിക്കുന്ന കാര്യങ്ങളുടെ ഉത്ഭവം എവിടുന്നാണെന്ന് അന്വേഷിച്ചു പോയാൽ മനഃശാസ്ത്രം നമുക്ക് ചില ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചതുപോലെ നമ്മൾ തലച്ചോർ ഉപയോഗിച്ച് ബോധപൂർവം ചിന്തിച്ചാണ് എല്ലാം കണ്ടുപിടിക്കുന്നതെന്നാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം. അതെ, അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ശാസ്ത്രചരിത്രം എടുത്തു നോക്കിയാൽ ലോകത്തെ മാറ്റിമറിച്ച സുപ്രധാന കണ്ടുപിടുത്തങ്ങളൊന്നും തന്നെ ലാബിലിരുന്ന് കഠിനമായി ചിന്തിച്ചപ്പോഴല്ല ഉണ്ടായിട്ടുള്ളത്. മറിച്ച് നമ്മുടെ ബോധപൂർവമായ ചിന്തകൾക്കപ്പുറത്തുനിന്ന് തികച്ചും അപ്രതീക്ഷിതമായി ചില ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് മിന്നിമറയുന്നൊരവസ്ഥയുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇതിനെ യുറീക്ക പ്രതിഭാസം അല്ലെങ്കിൽ ആഹാ മൊമെന്റ് എന്നാണ് വിളിക്കുന്നത്. ഓ, ആർക്കിമിഡീസിന്റെ കഥ പോലെയാണോ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ആർക്കിമിഡീസിന്റെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. രാജാവ് അദ്ദേഹത്തോട് സ്വർണ്ണക്കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. അദ്ദേഹം ദിവസങ്ങളോളം തന്റെ ലാബിലിരുന്ന് തല പുകഞ്ഞ് ആലോചിച്ചിട്ടും യാതൊരു ഉത്തരവും കിട്ടിയില്ല. ഒടുവിൽ വല്ലാതെ ക്ഷീണിച്ച് അദ്ദേഹം എല്ലാം മാറ്റിവെച്ച് ഒന്ന് കുളിക്കാൻ വേണ്ടി ബാത്ത് ടബിലെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ടെന്ത് സംഭവിച്ചു? നിമിഷത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹത്തിന്റെ തലയിൽ ആ വലിയ സയന്റിഫിക് തിയറി ഉദിക്കുകയാണ്. ഐസക് ന്യൂട്ടന്റെ കാര്യവും ഇതുതന്നെയാണ്. അദ്ദേഹം മരച്ചുവട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ആപ്പിൾ താഴേക്ക് വീഴുന്നത് കാണുന്നു. ആ ഒരൊറ്റ നിമിഷത്തിലാണ് ഗുരുത്വാകർഷണം എന്ന മഹാ അത്ഭുതം അദ്ദേഹത്തിലേക്ക് വരുന്നത്. ഈ വിശകലനം കേൾക്കുന്ന നിങ്ങളും ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ടാകും. ജോലിസ്ഥലത്തോ മറ്റോ എന്തെങ്കിലും വലിയ പ്രശ്നത്തിൽപ്പെട്ട് പരിഹാരം കിട്ടാതെ നമ്മൾ ആലോചിച്ച് തലപുകയ്ക്കും. എന്നിട്ട് ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ അതെല്ലാം വിട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഷവർ ഓണാക്കി കുളിച്ചു നിൽക്കുമ്പോഴോ ആയിരിക്കും പെട്ടെന്ന് അതിന്റെ ഉത്തരം തലയിൽ മിന്നുന്നത്, അല്ലേ? അതെ, മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറ്. ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞർ വിചാരിച്ചാലും പോലും രാവിലെ 9 മണിക്ക് ലാബിൽ വന്നിരുന്ന് ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ നിർബന്ധമായും പുതിയൊരു കാര്യം കണ്ടുപിടിക്കും എന്ന് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഒരിക്കലും കഴിയില്ല. അങ്ങനെ ഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അത്.
അപ്പോ ഇതിനർത്ഥം എന്താണ്? ഈ വെളിപാട് എപ്പോൾ വരുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല എന്നത് എന്നെ ശരിക്കും ചിന്തിപ്പിക്കുന്നു. ഒരു സ്വിച്ച് ഇട്ടാൽ കിട്ടുന്ന ഒന്നല്ല ഈ ആശയങ്ങൾ. ഈ ശാസ്ത്രജ്ഞരുടെ ബോധപൂർവമായ ചിന്തകൾക്കും ശ്രമങ്ങൾക്കുമൊപ്പുറം അവരെ സ്വാധീനിക്കുന്ന ബാഹ്യമായ മറ്റെന്തോ ഒരു ശക്തിയുടെ ഇടപെടൽ അവിടെ നടക്കുന്നുണ്ടെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ ഐഡിയകൾ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? ഈ ചോദ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളായി ചിന്തകരെയും ദാർശനികരെയും അലട്ടിയിരുന്ന ചോദ്യമാണിത്. ശാസ്ത്രത്തിന് ഈ യുറീക്ക നിമിഷത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ പരിമിതികളുണ്ട്. കാരണം ഒരാശയം എവിടുന്നാണ് ജനിക്കുന്നത് എന്ന് അളക്കാനോ തൂക്കാനോ മൈക്രോസ്കോപ്പിലൂടെ നോക്കാനോ കഴിയില്ലല്ലോ. ശരിയാ, അതൊരു ഫിസിക്കൽ വസ്തു അല്ലല്ലോ. അതെ, തലച്ചോറിലെ ന്യൂറോണുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രത്തിന് പറയാം. പക്ഷേ ആ പുതിയ ആശയം എന്ന ഇൻഫർമേഷൻ എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മുടെ സ്രോതസ്സുകൾ തത്വചിന്തയുടെ ലോകത്തേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിക തത്വചിന്ത ഈ മാനസിക വെളിപാടിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഓ, അത് കൊള്ളാം. തത്വചിന്തയിൽ ഇതിന് കൃത്യമായ വിശദീകരണമുണ്ടോ? ഉണ്ട്, തീർച്ചയായുമുണ്ട്. ഇസ്ലാമിക തത്വചിന്ത ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ ഇൽഹാം എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇൽഹാം എന്നതിനെ നമുക്ക് ഉൾവിളി അല്ലെങ്കിൽ പ്രചോദനം എന്നൊക്കെ വിളിക്കാം. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ഇസ്ലാമിക പദാവലിയിലെ മറ്റൊരു വാക്കുമായി ഇതിനെ താരതമ്യം ചെയ്യണം. അതായത് വഹി എന്ന പദം. വഹി, അതായത് പ്രവാചകന്മാർക്ക് കിട്ടുന്ന വെളിപാടല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. പ്രവാചകന്മാർക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഔദ്യോഗികമായ ദിവ്യബോധനമാണ് വഹി. എന്നാൽ ഇൽഹം അങ്ങനെയല്ല. മറിച്ച് സാധാരണ മനുഷ്യർക്കോ ഗവേഷകർക്കോ ശാസ്ത്രജ്ഞർക്കോ അവരുടെ ദീർഘകാലത്തെ കഠിനമായ പഠനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും അവസാന ഘട്ടത്തിൽ ലഭിക്കുന്ന ഒരു പ്രത്യേക ഉൾവിളിയാണത്. അപ്പോൾ അത് ആർക്കും ലഭിക്കാവുന്ന ഒന്നാണ്? അതെ. തത്വചിന്ത പറയുന്നത് മനുഷ്യന്റെ തലച്ചോറിലെ വെറുമൊരു രാസപ്രവർത്തനം കൊണ്ടല്ല വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ച് അവന് പുറത്തുള്ള ഒരു ദൈവിക കേന്ദ്രത്തിൽ നിന്ന് ആ അറിവ് അവനിലേക്ക് അങ്ങോട്ട് നൽകപ്പെടുകയാണ് എന്നാണ്. അതായത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നതല്ല, നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതാണ് എന്ന് സാരം. പക്ഷേ ഇതൊരു വളരെ അമൂർത്തമായ ഒരു ആശയമാണല്ലോ. ഇതിന്റെ ഒരു മെക്കാനിസം, അതായത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പഴയകാലത്തെ ചിന്തകർ ആരെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ? വെറുതെ ആകാശത്ത് നിന്ന് ഒരു ഐഡിയ വീഴുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. തീർച്ചയായുമുണ്ട്. നമ്മുടെ സ്രോതസ്സുകളിൽ ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിലെ വളരെ പ്രമുഖരായ 2 ചിന്തകരുടെ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒരാൾ ഇബ്നു സീനയാണ്. ഓ, ഇബ്നു സീന കേട്ടിട്ടുണ്ട്. അതെ, ഇബ്നു സീന ഈ പ്രക്രിയയെ വളരെ യുക്തിസഹമായിട്ടാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അതിൻ്റേതായൊരു പരിധിയുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഭൗതികമല്ലാത്ത എല്ലാ അറിവുകളും അടങ്ങിയിട്ടുള്ള ഉന്നതമായൊരു ബുദ്ധിമണ്ഡലമുണ്ട്. അദ്ദേഹം അതിനെ ആക്റ്റീവ് ഇന്റലക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ആക്റ്റീവ് ഇന്റലക്റ്റ്, അതായത് സകല അറിവുകളും സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കോസ്മിക് ക്ലൗഡ് സ്റ്റോറേജ് പോലെയാണോ? അതെ, ഏകദേശം അതുപോലെ തന്നെ. നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ച് തീവ്രമായി ചിന്തിച്ച് റിസർച്ച് ചെയ്ത് നമ്മുടെ ചിന്താശേഷിയെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക നിമിഷത്തിൽ നമ്മുടെ ബുദ്ധി ഈ ആക്റ്റീവ് ഇന്റലക്റ്റുമായി ഒരു കണക്ഷൻ സ്ഥാപിക്കുന്നു. ആ സമ്പർക്കത്തിന്റെ നിമിഷത്തിലാണ് ഒരു മിന്നൽ പിണർ പോലെ മനുഷ്യന് പുതിയ ആശയങ്ങൾ ലഭിക്കുന്നത്. വാവ്, അതായത് ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ. അതെ, അതായത് അറിവ് അവിടെ നേരത്തെയുണ്ട്. മനുഷ്യന്റെ ബുദ്ധി അവിടേക്ക് എത്തിച്ചേരുമ്പോൾ ആ അറിവ് അവനിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൊള്ളാം. ഈ ഇന്റർനെറ്റ് യുഗത്തില് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോ രണ്ടാമത്തെ ചിന്തകനാരാണ്? അദ്ദേഹം എന്താണ് പറയുന്നത്? രണ്ടാമത്തത് പ്രശസ്തനായ അൽ ഗസാലിയാണ്. അദ്ദേഹം ഇതിനെ കുറച്ചുകൂടി മനോഹരമായ ഒരു കാവ്യാത്മക തലത്തിലാണ് വിശദീകരിക്കുന്നത്. അൽ ഗസാലി മനുഷ്യന്റെ ഹൃദയത്തെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ, ഒരു കണ്ണാടിയോട് ഉപമിക്കുന്നു. കണ്ണാടിയോ? അത് രസകരമാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉപമ പറയുന്നത്? കാരണം ഒരു കണ്ണാടിയുടെ ധർമ്മം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ ഈ ഹൃദയമാകുന്ന കണ്ണാടിയിൽ നിറയെ അഴുക്ക് പുരണ്ടിയിരിക്കുകയായിരിക്കും. നമ്മുടെ അനാവശ്യ ചിന്തകൾ, മുൻവിധികൾ, ഈഗോ, ശ്രദ്ധാശൈഥില്യങ്ങൾ എന്നിവയാണ് ആ അഴുക്കുകൾ. അതെ അതെ, നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് തിരക്കിലാണല്ലോ. തീർച്ചയായും. അപ്പോൾ ഈ അഴുക്കുള്ള കണ്ണാടിയിൽ പ്രകാശം വന്ന് പതിച്ചാൽ അത് പ്രതിഫലിക്കില്ലല്ലോ. എന്നാൽ ഒരാൾ പൂർണ്ണമായ ഏകാഗ്രതയോടെ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് വളരെ ആത്മാർത്ഥമായ ഒരു വിഷയത്തിൽ മുഴുകി റിസർച്ച് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്?
അവൻ തന്റെ കണ്ണാടിയിലെ അഴുക്കുകൾ തുടച്ചു നീക്കി അതിനെ സ്ഫടികതുല്യമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓ, അങ്ങനെയാണ് വരുന്നത്. അപ്പോ റിസർച്ച് എന്ന് പറയുന്നത് കണ്ണാടി വൃത്തിയാക്കലാണല്ലേ? അതെ, അങ്ങനെ ദിവസങ്ങളോ മാസങ്ങളോ നീളുന്ന കഠിനപ്രയത്നത്തിലൂടെ ആ കണ്ണാടി പൂർണ്ണമായും വൃത്തിയാകുന്നൊരു പ്രത്യേക നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ പുറത്തുനിന്നുള്ള ദൈവികമായ അറിവിന്റെ പ്രകാശം ആ കണ്ണാടിയിൽ നേരിട്ട് വന്നു പതിക്കുന്നു, അതവിടെ പ്രതിഫലിക്കുന്നു. ആ പ്രകാശത്തെയാണ് നമ്മൾ മനുഷ്യർ കണ്ടുപിടുത്തം അല്ലെങ്കിൽ പുതിയ ആശയമെന്ന് വിളിക്കുന്നത്. വാവ്, എനിക്കിപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്ന് കൃത്യമായി സംഗ്രഹിക്കാൻ ഞാൻ ശ്രമിക്കാം. അതായത്, ഒരു ശാസ്ത്രജ്ഞന്റെയോ അല്ലെങ്കിൽ ഒരു ചിന്തകന്റെയോ വർഷങ്ങൾ നീണ്ട നിരന്തരമായ പഠനവും ഗവേഷണവുമെല്ലാം വെറും ആ കണ്ണാടി വൃത്തിയാക്കുന്ന പ്രക്രിയ മാത്രമാണല്ലേ? കൃത്യമാണ്. ആ പ്രയത്നം എന്തായാലും വേണം. അലസമായി ഇരുന്നാലൊന്നും കിട്ടില്ല. കാരണം കണ്ണാടി വൃത്തിയാക്കാതെ അതിൽ പ്രകാശം പ്രതിഫലിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കണ്ണാടിയിൽ പതിക്കുന്ന പ്രകാശം, അതായത് ആ പുതിയ ആശയം, ആ യുറീക്ക നിമിഷം, അതൊരിക്കലും ആ ശാസ്ത്രജ്ഞൻ സ്വയം നിർമ്മിക്കുന്നതല്ല. അവൻ വെറും ഒരു റിസീവർ മാത്രമാണ്. അവന് പുറത്തുനിന്നുള്ള ഒരു ദൈവീക കേന്ദ്രത്തിൽ നിന്നാണിത് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ശരിക്കും മനുഷ്യന്റെ സ്വന്തം കണ്ടുപിടുത്തം എന്ന് തെറ്റിദ്ധരിക്കുന്നത്, അല്ലേ? 100% ശരിയാണ്. നമ്മുടെ ഇന്നത്തെ സ്രോതസ്സുകളിലെ എല്ലാ വിവരങ്ങളും കൃത്യമായി ഒത്തുചേരുന്നത് ഈയൊരു പോയിന്റിലാണ്. മനുഷ്യൻ ഭൗതികമായി ശൂന്യതയിൽ നിന്ന് പുതുതായി ഒരു അണുവിനെപ്പോലും സൃഷ്ടിക്കുന്നില്ല, പ്രകൃതിയിലുള്ളതിനെ പുനഃക്രമീകരിക്കുന്നു. ഇനി ആശയങ്ങളുടെ കാര്യമെടുത്താലോ, അതും അവൻ സ്വന്തമായി സൃഷ്ടിക്കുന്നതല്ല. പകരം നിലനിൽക്കുന്ന വലിയ ഒരു അറിവിന്റെ സമുദ്രത്തിൽ നിന്ന് അവന്റെ പ്രയത്നത്തിനനുസരിച്ച് അവനെ വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ശരിക്കും നമ്മൾ എത്ര ചെറിയവനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണിത്. അതെ, ലോകത്തിലെ ഇന്ന് നാം കാണുന്ന സകല സാങ്കേതിക വിദ്യകൾക്കും പുരോഗതികൾക്കും പിന്നിൽ മനുഷ്യന്റെ കഠിന പ്രയത്നമുണ്ട് എന്നത് ആരും നിഷേധിക്കുന്നില്ല. ആ കണ്ണാടി അവൻ തന്നെയാണ് വൃത്തിയാക്കുന്നത്. എന്നാൽ ആ പ്രയത്നങ്ങളെ അവസാന വിജയത്തിലേക്ക് നയിക്കുന്നത് പൂർണ്ണമായും ഒരു ബാഹ്യമായ ദൈവികമായ ഔദാര്യമാണ്. ശരിക്കും ഇതൊരു വിനയം തോന്നിപ്പിക്കുന്ന തിരിച്ചറിവാണ്. നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് ചിന്തിക്കുന്നിടത്താണ് ഇത്തരം ആശയങ്ങൾ വരുന്നത്. അതെ, ഇൽഹാം എന്ന ആ വെളിച്ചം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ പ്രകാശം കണ്ണാടിയിൽ പതിക്കുന്നില്ലായിരുന്നെങ്കിൽ മനുഷ്യബുദ്ധി എന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ജനറേറ്റീവ് AI പോലെ വെറുമൊരു വലിയ ഡേറ്റാബേസ് മാത്രമായി ചുരുങ്ങിപ്പോകുമായിരുന്നു. കിട്ടിയ വിവരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാൻ മാത്രം കഴിയുന്നൊരു യന്ത്രം. അതിനപ്പുറത്തേക്ക് മനുഷ്യരാശിക്ക് ഒരു ചുവടുപോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ലായിരുന്നു. അതെ, ഒരുപാട് ആലോചിക്കാൻ വക നൽകുന്ന കാര്യമാണ്. ഇതിനെ സാധൂകരിക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു വരി കൂടി നമ്മുടെ സ്രോതസ്സുകളിൽ പരാമർശിക്കുന്നുണ്ട്. ഖുർആനിലെ ഒരു വരിയാണത്. അവന്റെ ജ്ഞാനത്തിൽ നിന്ന് ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ അവർക്കാവില്ല, അവരെ അറിയിക്കണമെന്ന് അവൻ സ്വയം ഉദ്ദേശിച്ചതല്ലാതെ. അതായത്, മനുഷ്യന് ലഭിക്കുന്ന ഏതറിവും, അതെത്ര വലിയ കണ്ടുപിടുത്തമായാൽ പോലും, അതവന് നൽകണമെന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവനിലേക്കെത്തുന്നത്. അവിശ്വസനീയമായ ഒരു ഉൾക്കാഴ്ചയാണിത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുതിയതായി കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് മറഞ്ഞിരിക്കുന്നവയെ കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഈ അനാലിസിസ് കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി മുതൽ നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത് തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെയാണ്. അടുത്ത തവണ നിങ്ങളുടെ ജോലിയിലോ ജീവിതത്തിലോ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായി നിങ്ങളുടെ മനസ്സിൽ അതിഗംഭീരമായൊരു ആശയം ഉദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായി എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്ന് തോന്നുമ്പോൾ, സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾ ശരിക്കും അത് സ്വന്തമായി ഉണ്ടാക്കിയതാണോ? അതോ ആ പ്രകാശം നിങ്ങളുടെ വൃത്തിയായ കണ്ണാടിയിലേക്ക് വന്നു പതിച്ചതാണോ? വളരെ നല്ലൊരു ചോദ്യമാണത്. എല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒന്ന്. ഏതായാലും ഇന്ന് നാം സംസാരിച്ച ഈ കാര്യങ്ങൾ മുൻനിർത്തി വളരെ പ്രസക്തമായൊരു കാര്യം കൂടി നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാൻ നൽകുകയാണ്. നമ്മൾ പറഞ്ഞു, അൽ ഗസാലി പറഞ്ഞതുപോലെ പൂർണ്ണമായ ഏകാഗ്രതയോടെ മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഹൃദയമാകുന്ന കണ്ണാടി വൃത്തിയാക്കുമ്പോഴാണ് പുതിയ അറിവുകൾ ലഭിക്കുന്നതെന്ന്. ഇതൊന്ന് ഇന്നത്തെ കാലവുമായി ബന്ധിപ്പിച്ചാലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റഗ്രാമിലും റീൽസിലുമായി നിരന്തരം സ്ക്രോള് ചെയ്ത് AIക്കും നോട്ടിഫിക്കേഷനുകൾക്കും പിന്നാലെ പോയി നമ്മുടെ ഏകാഗ്രത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെ, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല.
ഒരു കാര്യത്തിലും 5 മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ന് മിക്കവർക്കും കഴിയുന്നില്ല. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: ഫോണിൽ നിന്ന് തലയുയർത്താത്ത ഈ നിരന്തരമായ ശ്രദ്ധാശൈഥില്യങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഇന്നത്തെ മനുഷ്യർക്ക് ആ കണ്ണാടി വൃത്തിയാക്കാൻ ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമോ? സ്വന്തം കണ്ണാടിയിലെ അഴുക്കുകൾ മാറ്റാൻ പോലും കഴിയാത്ത വിധം നമ്മൾ തിരക്കിലാണെങ്കിൽ ആ പുതിയ ആശയങ്ങളുടെ പ്രകാശം ഇനി എങ്ങനെയാണ് നമ്മളിൽ പ്രതിഫലിക്കുക? ഈ പോക്ക് തുടർന്നാൽ മനുഷ്യരാശിയുടെ യഥാർത്ഥ കണ്ടുപിടുത്തങ്ങൾ എന്നേക്കുമായി അവസാനിച്ചു പോകുമോ? അതോ AI നമ്മുടെ സ്ഥാനമേറ്റെടുക്കുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചിന്തകളുമായി നിങ്ങൾക്ക് മടങ്ങാം. വീണ്ടും കാണാം.